നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഓഗസ്റ്റ് മാസത്തെ 2000 രൂപ അല്പസമയം മുൻപ് നമ്മളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 19-ാം തീയതി ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഇന്നലെ അറിയിപ്പ് ലഭിച്ച സമയം തന്നെ കൃത്യമായിട്ട് വീഡിയോയിലൂടെ നിങ്ങളെ ഈ അറിയിപ്പ് നമ്മൾ അറിയിച്ചതുമാണ്. അതുമാത്രമല്ല, കൃത്യമായിട്ട് അതേ രീതിയിൽ 19-ാം തീയതി തന്നെ വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ പറഞ്ഞു. അതേ രീതിയിൽ തന്നെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷനാണ് അക്കൗണ്ടിൽ ലഭ്യമായിട്ടുള്ളത്. അതായത് ഒരു ഗഡു ക്ഷേമ പെൻഷൻ. ചിലർ 2 ഗഡു പെൻഷൻ ആയിരുന്നല്ലോ പറഞ്ഞത് എന്നൊക്കെ നമ്മളോട് കമൻറ്റ് ബോക്സിൽ പറയുകയുണ്ടായി. ചില ചാനലുകളിൽ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ വരികയും അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കാരണമായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അറിയിപ്പ് വന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ 4000 രൂപ വിതരണമല്ലേ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു. ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ വരുത്തി തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. 4000 രൂപ പറഞ്ഞിട്ടില്ല. മുൻ സർക്കാർ അങ്ങനെ ഒരു നടപടി മുൻപ് സ്വീകരിച്ചിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വരും. ആ സമയത്ത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അറിയിക്കാമെന്നാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ആ വീഡിയോകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എന്നാൽ മറ്റു ചില ചാനലുകളിൽ 4000 എന്ന രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് വീഡിയോകൾ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ വിതരണം നമുക്ക് സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്താൽ മനസ്സിലാക്കാം. നിലവിൽ ബാങ്കിന് തുക കൈമാറി എന്നൊരു അറിയിപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭ്യമാകാത്തവർക്ക് വരുന്ന മണിക്കൂറുകളിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആയിക്കോളും. നിലവിൽ തുക വിതരണത്തിൽ യാതൊരു തടസ്സവും വന്നിട്ടില്ല. ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നൽകുന്നവർക്ക് ആ രീതിയിലുള്ള പണവും അതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് അതിനാവശ്യമായിട്ടുള്ള ഫണ്ടെല്ലാം തന്നെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഓണക്കാലമാണ്, പ്രത്യേകിച്ച് ഓണം അടുത്തയാഴ്ച ആയതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ട് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക എത്തിക്കണമെന്നുള്ള നിർദ്ദേശം സർക്കാർ കൃത്യമായിട്ട് നടപ്പിലാക്കുകയാണ് ഈ അവസരത്തിൽ ചെയ്യുന്നത്. ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര പെൻഷൻ വാങ്ങുന്ന 8.5 ലക്ഷത്തോളം വരുന്ന വ്യക്തികളുണ്ട്. 200, 300, 500 എന്നിങ്ങനെ ആനുകൂല്യം വാങ്ങുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഫണ്ടും തയ്യാറായിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സംസ്ഥാന സർക്കാർ ആ ഫണ്ട് അനുവദിച്ച് കേന്ദ്ര സർക്കാരിന് കൈമാറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കേന്ദ്ര സർക്കാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ CD ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. അപ്പോൾ ആ തുക ലഭിക്കാനുള്ളവർക്ക് ഒട്ടും വൈകാതെ തന്നെ അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും. കൈകളിൽ പെൻഷൻ തുക വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. നമുക്ക് കൈകളിലേക്കുള്ള പെൻഷൻ തുകയും തയ്യാറാണ്. സഹകരണ ബാങ്കിൽ നിന്നും ജീവനക്കാർ നമ്മളുടെ വീടുകളിലേക്ക് ഈ തുക കൈമാറുന്നതായിരിക്കും. അപ്പോൾ ഈ തുക വിതരണത്തിൽ യാതൊരു തടസ്സവും ഇല്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം തന്നെ ധനസഹായമുണ്ട്. മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയപരിധി ഇനിയും 1 മാസം നമ്മുടെ മുൻപിൽ ശേഷിക്കുന്നുണ്ട്. അപ്പോൾ തിക്കും തിരക്കുമൊന്നും ഇപ്പോൾ കൂട്ടേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഓണക്കാലമാണ്. അതിനൊക്കെ ശേഷമാണെങ്കിലും നമുക്ക് പോയി ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ചെയ്യുന്നതിന് 30 രൂപ. ഇനി വീട്ടിലെത്തി കിടപ്പ് രോഗികളുടെയൊക്കെ മസ്റ്ററിംഗ് അങ്ങനെ ചെയ്യുമ്പോൾ 50 രൂപയോളം ഫീസ് ആകുന്നുണ്ട്. എങ്കിലും വീട്ടിലെത്തി ചെയ്യുന്ന സംവിധാനമുണ്ടല്ലോ, നമ്മൾ തീർച്ചയായിട്ടും എന്നാൽ വീട്ടിലെത്തി ചെയ്യട്ടെ എന്ന രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്വേഷണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം പലരും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താതെ തന്നെ വീട്ടിൽ കിടപ്പ് രോഗിയാണ് അല്ലെങ്കിൽ വയ്യാത്തവരാണ് എന്ന രീതിയിൽ വ്യാജമായിട്ട് പറഞ്ഞ് ചെയ്യിച്ചവരുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം സർക്കാർ അവർക്കെതിരെ ഒരു അന്വേഷണം കൂടി നടത്താനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ ആ രീതിയിൽ എത്തുമ്പോൾ നിലവിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല, ആ രീതിയിലാണ് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാൻ വിളിച്ചിട്ടുള്ളത് എങ്കിൽ അങ്ങനെയുള്ളവരുടെ റിപ്പോർട്ട് കൃത്യമായിട്ട് പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഈ അവസരം കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തീരെ അവശത അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ നേരിട്ട് ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള ചില മേഖലയിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ഹോം മസ്റ്ററിംഗ് എന്ന് പറയുന്ന 2ാമത്തെ സംവിധാനമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് പ്രയോജനപ്പെടുത്തുക. അല്ലാത്തവർ പരമാവധി നേരിട്ടെത്തി ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.